ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ബുദ്ധിം ദേഹി യശോ ദേഹി കവിത്വം ദേഹി ദേഹി മേ മൂഢത്വം സംഹര ദേവി ത്രാഹി മാം ശരണാഗതം. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. നമസ്കാരം, എല്ലാവർക്കും റിതം ഓഫ് ലവിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ ഭഗവത്ഗീത പഠനം ആരംഭിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് നാരായണീയ ദിനമാണ്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഗീതാ പഠനം ആരംഭിക്കാം എന്ന് കരുതിയത്. ഗീതാ പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് അതേക്കുറിച്ച് അല്പം പറയാം. കാരണം അതേക്കുറിച്ച് അറിയാത്തവരും കാണുമല്ലോ. ഭഗവത്ഗീത അഥവാ ഗീതോപനിഷത്ത് ഭാരതീയ ഇതിഹാസങ്ങളെ ഒന്നായ മഹാഭാരതത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. പാണ്ഡവ കൗരവ യുദ്ധമാണ് മഹാഭാരതത്തിലെ പ്രമേയം. മഹാഭാരതത്തിലെ ഭീഷ്മ പർവ്വത്തിലെ 25 മുതൽ 45 വരെയുള്ള അധ്യായങ്ങളായിട്ടാണ് ഗീത ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അനുഷ്ഠുവൃത്തത്തിലാണ് രചിച്ചിരിക്കുന്നത്. വേദവ്യാസ മഹർഷിയാണ് ഗീത ക്രോഡീകരിച്ചിരിക്കുന്നത്. ഈ ഭഗവത്ഗീതയ്ക്ക് 5 അടിസ്ഥാന തത്വങ്ങൾ ഉൾക്കൊള്ളുന്നു. അവ ഒന്നാമത്തേത് പറയുന്നത് എന്താണ് ഈശ്വരൻ, എന്താണ് ജീവസത്ത, എന്താണ് പ്രകൃതി. അവസാനത്തേതാണ് എന്താണ് പ്രത്യക്ഷ പ്രപഞ്ചവും, അതുപോലെ തന്നെ ഇതെങ്ങനെ കാലത്താൽ നിയന്ത്രിതമാകുന്നു എന്നതൊക്കെ. ഇതെല്ലാം നമ്മൾ ഗീതാ പഠനത്തിൽ പോകെ നാം പഠിക്കും. മഹാഭാരത യുദ്ധത്തിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്നതാണ് ഗീത എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. വ്യാസർഷിയുടെ മക്കളാണ് പാണ്ഡു, ധൃതരാഷ്ട്രർ, വിതുരർ എന്നിവർ. മക്കൾ തമഗുണിയായിട്ടുള്ള പുത്രനാണ് ധൃതരാഷ്ട്രർ. ധൃതരാഷ്ട്രർ അന്ധനാണ്. അന്ധത എന്നത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സ്വാർത്ഥതയ അന്ധത ബാധിച്ച എന്നുകൂടിയാണ്. തമോ ഗുണത്താൽ അന്ധത ബാധിച്ച ഒരാൾക്കും ഒരിക്കലും ജീവിതത്തിൽ നന്മയുണ്ടാവില്ല. ഇതെല്ലാം നമുക്ക് ഗീതയിലൂടെ ബോധ്യപ്പെടുത്തി തരുന്നു. ജീവിതത്തിൽ നാം നേരിടുന്ന പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കണം എന്നും, അതുപോലെ ജീവിതത്തിൽ ഒരാൾ എങ്ങനെ ജീവിക്കണം എന്നും എങ്ങനെ ജീവിക്കരുത് എന്നും പറഞ്ഞു തരുന്ന ഒരു മാർഗരേഖ കൂടിയാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാനോടുള്ള ഭയഭക്തി ബഹുമാനത്തോടെ വേണം ഭഗവത്ഗീതയെ സമീപിക്കാൻ. കാരണം അത് അത്രയും പരമരഹസ്യമാണ്. സാധാരണ ഒരു മനുഷ്യന് വായിച്ചാൽ മനസ്സിലാക്കാവുന്നതല്ല ഭഗവത്ഗീത. കാരണം അതിൽ ഓരോ വരികളിലും ഓരോ അർത്ഥങ്ങൾ എന്നല്ല, നാനാവിധത്തിലുള്ള അർത്ഥങ്ങളും അതിൽ ഗൂഢമായി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭഗവാനോടുള്ള ഭയഭക്തി ബഹുമാനത്തോടു കൂടി വേണം ഇതിനെ സമീപിക്കാനായിട്ട്. തങ്ങൾ എന്തുകൊണ്ടാണ് യാതനകൾ അനുഭവിക്കുന്നത് എന്നും, അതുപോലെ തന്നെ എവിടേക്കാണ് മരണശേഷം പോകുന്നത് എന്നും അന്വേഷിക്കാൻ തുടങ്ങുമ്പോഴാണ് ഗീതാ പഠനത്തിനുള്ള ശരിയായ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. അപ്പോഴാണ് അവർ ഗീതാ പഠനത്തിനുള്ള വിദ്യാർത്ഥികളാകുന്നത്. ഇവിടെ അർജുനന് എല്ലാവിധ വിജ്ഞാനങ്ങളും ഉണ്ടായിരുന്നിട്ടും കുരുക്ഷേത്ര ഭൂമി അജ്ഞാനിയായിരുന്നു. അതുപോലെ തന്നെ നമ്മളും നമ്മുടെ അജ്ഞാനത്തിൻ്റെ തിമിരം തുടച്ചു നീക്കാനാണ് ഈ ഗീത നമുക്ക് ഉപകാരപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ധൃതരാഷ്ട്രർ അന്ധനായിരുന്നു എന്നതാണ്. തമോ ഗുണമുള്ള ധൃതരാഷ്ട്രരുടെ പുത്രന്മാരും അതേ സ്വഭാവമുള്ളവരായിരുന്നു. ധൃതരാഷ്ട്രർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അതിനുള്ള നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും ആരാഞ്ഞിരുന്നത് വിതുരരോടായിരുന്നു. വിതുരർ സത്വഗുണപ്രധാനിയും ആത്മീയതയോട് വളരെ അടുത്ത് നിൽക്കുന്നയാളുമാണ്. എന്തൊക്കെ തന്നെയായാലും വിതുരരുടെ ഉപദേശത്തിൽ ധൃതരാഷ്ട്രർക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുത്തിരുന്നുള്ളൂ. ബാക്കിയുള്ളവ തിരസ്കരിക്കുകയായിരുന്നു പതിവ്. മഹാഭാരത യുദ്ധം നടക്കുന്നതിൽ വിതുരർ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ വിതുരരുടെ വാക്കുകൾ ചെവികൊള്ളാനായിട്ട് ധൃതരാഷ്ട്രർ തയ്യാറായില്ല. അതിൽ മനംനൊന്ത് വിതുരർ കൊട്ടാരം വിടുന്നു. യുദ്ധം ആരംഭിക്കാനായിട്ട് പോവുകയാണ്. ധൃതരാഷ്ട്രർ അന്ധനായിരുന്നതിനാൽ യുദ്ധം നേരിൽ കാണാനുള്ള ദിവ്യദൃഷ്ടി നൽകാമെന്ന് വ്യാസദേവൻ ധൃതരാഷ്ട്രരോട് പറയുന്നു. എന്നാൽ തൻ്റെ മക്കളുടെ വിജയം മാത്രം കാംക്ഷിച്ച ധൃതരാഷ്ട്രർ അത് നിരസിക്കുന്നു. മാത്രമല്ല, തങ്ങളുടെ ബന്ധുക്കൾ മരിച്ചു വീഴുന്നത് കാണാനും ധൃതരാഷ്ട്രർക്ക് മനോബലമുണ്ടായിരുന്നില്ല. തൻ്റെ മക്കളുടെ വിജയം മാത്രം കേട്ടാൽ മതി എന്ന് പറയുന്നു. അതിൻ പ്രകാരം വ്യാസദേവൻ തൻ്റെ ശിഷ്യനായ സഞ്ജയനെ ഏർപ്പാടാക്കുന്നു. സഞ്ജയനെ കൊട്ടാരത്തിലിരുന്നു കൊണ്ട് യുദ്ധഭൂമി നടക്കുന്നതെല്ലാം കാണാനുള്ള ദിവ്യ ദൃഷ്ടി അദ്ദേഹത്തിന് വരമായി നൽകുന്നു.
യുദ്ധം ആരംഭിച്ചപ്പോഴും ധൃതരാഷ്ട്രർ സഞ്ജയനോട് യുദ്ധത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവിടെയുള്ള അവസ്ഥകളെക്കുറിച്ചോ ഒന്നും തന്നെ ചോദിച്ചില്ല. എപ്പോഴാണ് ഭീഷ്മ പിതാമഹൻ വീഴുന്നത് ആ വിവരം സഞ്ജയൻ പറഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർ ആകെ തളർന്നുപോയി. അതുവരെ തൻ്റെ മക്കളുടെ വിജയം മുന്നിൽ കണ്ട ധൃതരാഷ്ട്രർക്ക് അല്പം ഭയം വന്നു തുടങ്ങിയിട്ടുണ്ടാവണം. അപ്പോഴാണ് ധൃതരാഷ്ട്രർ സഞ്ജയനോട് എന്താണ് യുദ്ധഭൂമിയിൽ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുന്നത്. എന്നാൽ സഞ്ജയൻ ആ കാര്യം മാത്രം പറഞ്ഞു നിർത്താൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം യുദ്ധാരംഭം മുതൽ, അതായത് കൃഷ്ണൻ അർജുന സംവാദം മുതൽ പറഞ്ഞു തുടങ്ങുന്നു. ധൃതരാഷ്ട്രർ സഞ്ജയനിലൂടെയാണ് ഗീത കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഗീതാരംഭത്തിൽ ധൃതരാഷ്ട്ര ഉവാച എന്ന് തുടങ്ങുന്നതും. സഞ്ജയനിലൂടെയാണ് ധൃതരാഷ്ട്രർ യുദ്ധം കാണുന്നതും. ഇനി ഭഗവത്ഗീത പാരായണം ചെയ്താൽ എന്താണ് ഗുണം എന്ന് ചോദിക്കുന്നവരും ഉണ്ടാവാം. കാരണം നമ്മൾ മനുഷ്യരങ്ങനെയാണല്ലോ. എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്ത് മന്ത്രം ജപിക്കുമ്പോഴും അതിൻ്റെ ഫലം എന്തായിരിക്കും എന്ന് അറിയാൻ ഓരോരുത്തർക്കും ആകാംക്ഷയുണ്ടാകും. അത് അറിഞ്ഞുകൊണ്ടാവണം ഭൂമിദേവി ഭഗവാൻ വിഷ്ണുവിനോട് ഇതേക്കുറിച്ച് ചോദിച്ചത്. ആ ഒരു ചോദ്യമാണ് ഗീതാമഹാത്മ്യം എന്ന് പറയുന്നത്. ശ്രീപുരാണത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഗീതാമഹാത്മ്യം. ഗീതാമഹാത്മ്യത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം മുതൽ നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.